ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ എടുത്ത പോർഷൻസിൽ കുറച്ച് എളുപ്പമുള്ള പോർഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്തു, ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ടെസ്റ്റാണിത് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ രൂപത്തിലുണ്ടെന്ന് മാത്രം. ഓക്കെ, ഫസ്റ്റ് ഒരു 4 ലൈൻ മേലെ തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചെടുക്കുക. 4 figures 1, 2, 3 and 4 have been given in the each question of these 4 figures. 3 figures are similar in some way and 1 figure is different. Select the figure which is different and write your answer only in English numbers. 1, 2, 3, 4 in the box against the number corresponding to the question. ഈ ഒരു ടോപ്പിക് എന്താണ് എന്നുള്ളത് മനസ്സിലായോ? എന്താ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ? ഓഡ് മാൻ ഔട്ടാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓഡ് മാൻ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വ്യത്യസ്തമായത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? ഡി ആണോ 4 ആണോ? അവിടെ ഓപ്ഷൻ നമ്പറിൽ തന്നിരിക്കുന്നത് 2. എന്ത് കാരണം 2? ഓക്കെ, നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കൂ, 2 എന്ന് എഴുതി വെക്കൂ. നോട്ട് കയ്യിലുണ്ടാവുമല്ലോ, നോട്ടിൽ ജസ്റ്റ് പേജ് നമ്പർ 1 എന്ന് എഴുതുക, 2 എന്ന് എഴുതുക. എഴുതിയ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും ആൻസർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2. 1. അവന്തിക എന്ത് പറയണു? ദയ ശരി. അപ്പോൾ അവരവരുടെ ആൻസേഴ്സ് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുക. ഇനി ആൻസേഴ്സ് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എന്താണ് ആൻസർ എന്ന് തോന്നുന്നോ അത് ജസ്റ്റ് അവിടെ 1, 2, 3, 4, 5 വരെ നമ്പർ എഴുതുക, എന്നിട്ട് അവിടെ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ ദയ 2 ആണ് പറഞ്ഞ്, കിഷാനും അവന്തികയും നമ്പർ 1 ആണ് പറഞ്ഞത്. ഓക്കെ, സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, കിഷാൻ 4 പറഞ്ഞു. അവന്തിക? ദയ? നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ എഴുതി വെച്ചോളൂ. നോട്ടും പേപ്പറൊക്കെ കയ്യിലില്ലേ? മാർക്ക് ചോദിക്കും അവസാനം കേട്ടോ ഞാൻ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ടു. ഓക്കെ, അവന്തിക എന്താ കിട്ടിയത്? ഫോർ ആണോ? ഓക്കെ. ദയ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. Question number 4. Question number 5. Okay.
എഴുതി വെച്ചോളൂ. എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻ ഒരു 5 ക്വസ്റ്റ്യൻ്റെ നേരേക്കും ഈ പറഞ്ഞ ഓപ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആൻസേഴ്സ് പറയട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്ഷൻ 1 ആണെങ്കിൽ എന്താ എഴുതിയിരിക്കുന്ന, എത്ര ഇതുണ്ട്? ഒരു ഭാഗമേ ഫില്ലായിട്ടുള്ളൂ. ഇവിടെ ഒരു ഭാഗം, ഇവിടെ ഒരു ഭാഗം. പക്ഷേ ഇതിൽ മാത്രം 2 ഭാഗം ഫില്ലായിട്ടുണ്ട്. ക്ലിയർ? സോ ഓപ്ഷൻ 2 ആൻസറായിട്ട് പറഞ്ഞവർ അതിൻ്റെ നേരെ കറക്റ്റ് ആൻസറാണെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് കൊടുത്തോളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാറ്റിലും ഈ പറഞ്ഞ 2, 3, 4 ഈ പറഞ്ഞ ഷേപ്സ് ഷെയർ ആയിട്ടുണ്ട്, ഇൻ്റർസെക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഒന്നിൻ്റെ കൂടെ ഒന്ന് ഇൻ്റർസെക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ 1 മാത്രം അതായിട്ടില്ല. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് വൺ, തേർഡ് ക്വസ്റ്റ്യനിൽ എല്ലാറ്റിലും ആരോ മാർക്ക് ഉള്ളിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ 4 മാത്രം പുറത്തായിട്ടാണ് ഉള്ളത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 4 ഓപ്ഷൻ നമ്പർ 4. സോ തേർഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നമ്പർ 4. ഫോർത്ത് ക്വസ്റ്റ്യൻ, എല്ലാറ്റിലും എഡ്ജിലാണ് ഈ പറഞ്ഞ എഡ്ജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ദൂരെ ദൂരെയാണ് ഈ ലൈൻസ് വരുന്നത്. പക്ഷേ ഓപ്ഷൻ നമ്പർ 2 അടുത്തടുത്താണ് വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് ആൻസർ ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സൈഡിന് 2 ആരോ മാർക്ക്, 4 സൈഡിന് 3 ആരോ മാർക്ക്, 5 സൈഡിന് 4 ആരോ മാർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ആരോ മാർക്കേ പാടുള്ളൂ. പക്ഷെ ഇവിടെ 4 തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ 2 ആണ്. ഇനി പറയൂ, എത്ര മാർക്ക് കിട്ടി? 4. കിഷാന് 4 കിട്ടിയിട്ടുണ്ടാവും. ദയക്ക് 4 ഉണ്ടോ? ദയ ഏതോ 2 തെറ്റി പറഞ്ഞ പോലെ ഒരു ഓർമ്മ. ഓക്കെ, ദയക്കോ? അവന്തികയ്ക്ക് 2 തെറ്റി പോലെ ഒരു ഓർമ്മ. ദയക്ക് 3, 4. എത്ര മാർക്ക് കിട്ടി? എത്രയാണ് ടിക്കുള്ളത്? 4 ടിക്കോ? ശരിയാണോ? ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഈസി ആയിട്ടുണ്ടോ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ? ഇത് ക്വസ്റ്റ്യൻ നോക്കൂ. എ ക്വസ്റ്റ്യൻ ഫിഗർ ഇസ് ഗിവൻ on the left side and 4 answer figure marked 1, 2, 3, 4 are given on the right side. Question figure നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ്, ആൻസർ ഫിഗർ റൈറ്റ് സൈഡിലുള്ളതാണ്. സെലക്ട് ആൻസർ ഫിഗർ വിച്ച് ഇസ് എക്സാക്ട്ലി സെയിം ആസ് ക്വസ്റ്റ്യൻ ഫിഗർ and write your answer only in English number 1, 2, 3, 4 in the box against the number corresponding to the question. സോ ക്വസ്റ്റ്യൻ ഫിഗറിൽ എന്തുണ്ടോ അത് ആൻസർ ഫിഗറിൽ ഏത് ഓപ്ഷനിലാണോ ഉള്ളത് അതാണ് നിങ്ങളുടെ ആൻസർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ. അവന്തിക, കിഷാൻ, ദയ കേട്ടോ. മാം തേർഡ് വൺ. ഓക്കെ, ഒരു മിനിറ്റ്. അവന്തിക പറഞ്ഞു ഓപ്ഷൻ 3 ആണ് എന്ന്. കിഷാൻ 3. ദയ 3. 7th one എന്താ ആൻസർ? 2. ദയ 2. 8th question 3. ദയ 3.
9th question. 4. Avantika. 4. 4. 10th question. ആരാ ആദ്യം പറയണം നോക്കാം. First. First. ആണോ? ഓക്കെ. സോ ഫസ്റ്റ് 6th ക്വസ്റ്റ്യന് ആൻസർ ഓപ്ഷൻ 3 തന്നെയാണ്. നിങ്ങളുടെ ആൻസർ കറക്റ്റാണ്. 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ 2 കറക്റ്റാണ്. 8th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 3. 9th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 4 ആൻഡ് ദെൻ 10th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1. ഇത് എളുപ്പമായി ഇല്ലേ? എന്താ വെച്ചാൽ സെയിം ഫിഗർ എന്താണെന്ന് മാത്രം കണ്ടെത്തിയാൽ മതി. സോ എല്ലാവർക്കും 5 out of 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There is a question figure on the left hand side, a part of which is missing. Observe the answer figure 1, 2, 3, 4 on the right hand side. Find out the answer figure which without changing the direction fits in the missing part of the question figure in order to complete the pattern in the question figure. Indicate your answer by number of the answer figure chosen by your in the box against the number corresponding to the question. ഒന്നുമില്ല, ഈ ക്വസ്റ്റ്യൻ ഫിഗറിൽ ഈ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏത് ബോക്സിലുള്ള സാധനം ഫിൽ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ക്വസ്റ്റ്യൻ ഫിഗർ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? സോ ഇനി അഗൈൻ അവന്തിക, കിഷാൻ, ദയ ആൻസർ ചെയ്തോളൂ. 11th ക്വസ്റ്റ്യൻ. Ma'am, third one. ആരാത്? ദയ. Ma'am, second one. ആ, കിഷാൻ. Third. ഓക്കെ. 12th ക്വസ്റ്റ്യൻ ട്ടാ. ക്വസ്റ്റ്യൻ ഫിഗർ 12th ക്വസ്റ്റ്യൻ. First one. First one. 13th. Third one. അവന്തിക. Third one. 14th question. question. Fourth one. Fifth one. Daya. Fourth one. Avandika. Fourth one. 15th question. Fourth one. Fourth one. Fourth one. Okay. Naka. So 11th question answer option 3 ആണ്. അപ്പോൾ അവന്തികയ്ക്ക് ഒന്ന് തെറ്റി. ഇനി 12th question നോക്കൂ. ഇത് ചെയ്ത് നോക്കണമെങ്കിൽ എക്സാമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ വരച്ച് വെച്ചിട്ട് ചെയ്തോളൂ. വരയ്ക്കുക, ടൈം ഉണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുക ട്ടാ. കണ്ട അവന്തിക ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ ഫിഗറിൽ നോക്കൂ. ഇത് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക ബാലൻസ്. ഓപ്ഷൻ 1 കറക്റ്റാണ്. ഇനി അടുത്തത് 13th ക്വസ്റ്റ്യൻ. ഇത് കംപ്ലീറ്റ് ആയി. പിന്നെ ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. സോ ഓപ്ഷൻ
നമ്പർ 3 അല്ലേ? അല്ല 3 അല്ല, 13th ഓപ്ഷൻ ഏതായിരിക്കും? 4th ഓപ്ഷൻ ആയിരിക്കും അല്ലേ? സോ 3 പേരുടെയും തെറ്റാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14, ഓപ്ഷൻ 4 കറക്റ്റാണ്. ഈ ഭാഗം നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് ആണ് ഉദ്ദേശിച്ചത്. ഓപ്ഷൻ നമ്പർ 4. 15th ക്വസ്റ്റ്യൻ ഓപ്ഷൻ നമ്പർ 4 തന്നെയാണ്. അത് പിന്നെ എളുപ്പമാണ്. ലൈൻസ് ഉണ്ട്, പിന്നെ ഡോട്ട്. സോ അവന്തികയ്ക്ക് 3 മാർക്സ്, കിഷാന് 4, ദായ്ക്കും 4. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. There are 3 question figures on the left hand side and the space for the 4th figure is left blank. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 ഫിഗർ തന്നിട്ടുണ്ട്. 4ാമത്തെ ഫിഗർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഫിൽ ചെയ്ത് വെക്കണം. സോ ഫൈൻഡ് ഔട്ട് 1 ഫിഗർ among them, from among the answer figure given on the right hand side which occupies the blank space for the 4th figure on the left hand side and complete the series. Indicate your answer by number to the answer question chosen by you in the box against the number corresponding to the question. 4ാമത്തെ ഫിഗർ എന്തായിരിക്കും? ഈ ആൻസർ ഫിഗറിന് ചൂസ് ചെയ്ത് പറയാം. Second one. Second one. Second one. Second one. എന്താ റീസൺ? ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ 0 ഇൻറ്റു പിന്നെ ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ട്രയാങ്കിൾ. ട്രയാങ്കിൾ. പിന്നെ ട്രയാങ്കിൾ ഇൻറ്റു 0 ആണ്. പിന്നെ 0 ഇൻറ്റു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഒരു മിനിറ്റ്, ഇവിടെ ട്രയാങ്കിൾ ഇൻറ്റു 0 ആണോ, റൗണ്ട് ഷേപ്പ് ആണോ, അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറഞ്ഞൂടെ? അല്ലേ, സർക്കിൾ എന്ന് പറഞ്ഞൂടെ അതിനെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ? ഓക്കെ, പറയൂ. എന്നിട്ട് പിന്നെ 0 ഇൻറ്റു റെക്റ്റാങ്കിൾ ആണ് ആയിരിക്കും അല്ലേ? ഓക്കെ, ഓപ്ഷനിൽ ഏതായിരുന്നു? 2. കിഷാൻ, നിന്റെ ആൻസർ? 2. അവധി? 2. 17th. 2. Second one. ദയ? Second one. Second one. 18th. 4th one. ദയ എന്തായിരുന്നു ആൻസർ? കിഷാൻ? 4th one. 4th one. ദയ? 4th one. 4th one. 19th. 3rd one. 3rd one. 3rd one. 3 പേർക്ക് ആൻസർ 3rd വണ്ണാ? 3rd one. ഓക്കെ. 20th. Second one. Second. Second one. ഓക്കെ, നോക്കാം ആൻസർ. ദയക്ക് എന്താ കിട്ടിയത് 20th? Second one. ഓക്കെ. സോ 16th ക്വസ്റ്റ്യൻ ആൻസർ സെക്കൻഡ് വൺ കറക്റ്റാണ്.
17th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 2, അതും കറക്റ്റാണ്. ഇവിടെ ഷേപ്പ് 1 2 ലൈൻ ഉണ്ട്. 1 2 അല്ല, ഒരു വി, 2 വി, 3 വി, അപ്പോൾ തീർച്ചയായിട്ടും 4 വി ഉണ്ടാവണം. ഇനി 18th ക്വസ്റ്റ്യൻ 4th ഫിഗർ, അതും കറക്റ്റാണ്. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 3, അതും കറക്റ്റാണ്. ഇവിടെ വന്നിട്ട് 1 2 3 ഉണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും 4 വരണം. അടുത്തത് ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 20ന് ഓപ്ഷൻ വന്നിട്ട് 2 കറക്റ്റാണ്. ഒരു ലൈൻ ഉണ്ട്, പിന്നെ 2 ലൈൻ, പിന്നെ 3 ലൈൻ, തീർച്ചയായിട്ടും 4 ലൈൻ ആയിരിക്കും. ഓക്കെ, കറക്റ്റാണ്. സോ എല്ലാവർക്കും 5 ഔട്ട് ഓഫ് 5 കിട്ടി. അടുത്തത് പാർട്ട് 5. There are 2 set of 2 question figure each. The second set has question mark. There exists a relationship between the first 2 question figure. Similar relationship should exist between the third and fourth question figure. Select one of the answer figure which replaces the question mark. Write the number of the answer figure. Select by you in the box against the number corresponding to the question. നമുക്ക് ഫസ്റ്റ് 2ന് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതേ തന്നെയായിരിക്കും നെക്സ്റ്റ് 2നും. ഓക്കെ, അനോളജി എന്നൊരു കാര്യം പഠിപ്പിച്ചില്ല, ഏതാണിത്? പറയൂ, ആൻസർ എന്താണ്? തേർഡ് വൺ. കിഷാൻ തേർഡ് വൺ പറഞ്ഞു. അവന്തിക? ദയ? തേർഡ് വൺ. ദയയുടെ ആൻസർ എന്താ? തേർഡ്. നെക്സ്റ്റ് വൺ 20 സെക്കൻഡ്. ഫസ്റ്റ് വൺ. അവന്തിക, ദയ ഫസ്റ്റ്. നോക്കിയിട്ട് ആൻസർ പറയണം കേട്ടോ. അവൻ പറഞ്ഞു സെക്കൻഡ് വൺ. അല്ല. അവന്തിക സെക്കൻഡ് വൺ, കിഷാൻ ഫസ്റ്റ് വൺ. ദയയുടെ ആൻസർ? ദയ? ഫസ്റ്റ് വൺ. 23rd. സെക്കൻഡ് വൺ. സെക്കൻഡ്. ഫസ്റ്റാ? സെക്കൻഡ്. സെക്കൻഡ്. എന്താ അവന്തിക? സെക്കൻഡ്. സെക്കൻഡ് എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ. ദയക്ക് എന്താ ആൻസർ കിട്ടി? സെക്കൻഡ്. 24th. തേർഡ് വൺ. ദയ? സെക്കൻഡ് വൺ. തേർഡ് വൺ. ദയ തേർഡ് വൺ പറഞ്ഞു. അവന്തിക സെക്കൻഡ് വൺ പറഞ്ഞ? 25th.
ആൻസർ? പറയൂ വേഗം. തേർഡ് വൺ. Ma'am, third one. ഫോർത്ത് വൺ. Third one. ദയ തേർഡ് വൺ അല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 21 അല്ലേ? 21 ആൻസർ വന്നിട്ട് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, 21 ആൻസർ എന്താ? ഓപ്ഷൻ 4 ആണ്. അപ്പം എല്ലാവരുടെയും തെറ്റായി. എന്താണ് റീസൺ എന്ന് പറയണ്ടേ? എന്തായിരിക്കാം റീസൺ? സിംഗിൾ ലൈൻ, ഇതിൽ ത്രിബിൾ ലൈൻ അല്ലേ? ഇതിൽ സിംഗിൾ ലൈനും ത്രിബിൾ ലൈനും അങ്ങനെ ഒന്നുണ്ട്. ഇവിടെ ഇല്ല, അതല്ല ആൻസർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഫിഗേഴ്സാണ് ഉള്ളത്. ഇതിലാകെ കൂടി എത്ര ഫിഗേഴ്സ് ഉണ്ട്? 3 ഫിഗേഴ്സ് ഉണ്ട്. ഈ 3 ഫിഗേഴ്സിൽ ഇപ്പോൾ ഈ ലൈൻ മാത്രം ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ട്രയാങ്കിൾ കുഞ്ഞതായിട്ടും ഈ പറഞ്ഞ ഇൻറ്റു മാർക്കില്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ മാർക്ക് കുഞ്ഞതായിട്ടും ഉണ്ട്. അടുത്തതിൽ മൾട്ടിപ്ലിക്കേഷൻ ചെറുത് ആണ് ഈ ഭാഗം, പക്ഷേ ഈ ട്രയാങ്കിൾ വലുതായി. പിന്നെ ഈ പറഞ്ഞ ഈ ലൈൻ ഉണ്ടല്ലേ, അത് കുഞ്ഞതായി. അടുത്തതിൽ എന്താവണം? ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതേപോലെ ഇതിൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? ഇതിലെന്തായിരിക്കും വരേണ്ടത്? ഒന്നെങ്കിൽ പ്ലസ് വലുതായിട്ട്, അല്ല ഈ പറഞ്ഞ സർക്കിൾ ഈ ഭാഗത്തുള്ളതല്ലേ വരേണ്ട, ഈ ഭാഗത്തുള്ളതല്ലേ ഇവിടെ വന്നത് വലുതാക്കിയിട്ട്. അതുപോലെ നമുക്ക് സർക്കിൾ വലുതായിട്ടുണ്ടാവണം. പിന്നെ ഇവിടെ എന്ത് ഷേപ്പ് ഉണ്ടായിരുന്നോ അത് ചെറുതായിട്ട് ഇവിടെ ഉണ്ടാവും. പിന്നെ ഈ താഴെ കോർണറിലുണ്ടായിരുന്നത് ഇവിടെ മേലെയാവും. സോ ആൻസർ 4 ആണ്. മനസ്സിലായ എക്സ്പ്ലനേഷൻ? 22 വന്നിട്ട് ഓപ്ഷൻ നമ്പർ 3 ആണ്. നിങ്ങൾ 2-3 പേരും അത് പറഞ്ഞില്ല. അതെന്തായിരിക്കും എന്ന് നോക്കുമ്പോൾ ആ പറഞ്ഞ ഈ ട്രപ്പീസിയം ഉണ്ടല്ലേ, ഈ ഷേപ്പിന് ട്രപ്പീസിയം എന്നാണ് പറയുക. അതിൽ ഫസ്റ്റ് ഫിഗറിൽ മേലെ പ്ലസ് പ്ലസ് എന്നുണ്ടല്ലേ, അത് താഴെ വന്നു. അതിൻ്റെ താഴെ ഉള്ളത് അതിൻ്റെയും താഴെ പോയി. ഇവിടെ ഉള്ളത് ഇവിടെ താഴെ ഉള്ളിലേക്ക് വന്നു. ഇത് പുറത്തേക്ക് പോയി അല്ലേ, പുറത്ത് വന്നു. അപ്പോൾ ഇത് ട്രയാങ്കിളിൽ ഈ മേലെ ഉള്ള സർക്കിൾ ഉള്ളിലേക്ക് വരണം, താഴെയുള്ളത് രണ്ടും പുറത്ത് പോകണം. സോ അത് മാത്രമല്ല, ഈ ട്രയാങ്കിൾ വന്നിട്ട് ട്രപ്പീസിയം കണ്ടില്ലേ, ഈ ഭാഗം തന്നെ എന്തായി മേലേക്ക് പോയി, ഈ ഭാഗം താഴേക്ക്. അതുപോലെ ഇവിടെ ഇങ്ങനെയാണ് വരിക, തലകീഴായി വന്നതിന് ശേഷം. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഇതും നിങ്ങൾക്ക് മാർക്കില്ല, 2-3 പേർക്കും ഇതിലും ഇല്ല മാർക്ക്. അടുത്തത് 23ൻ്റെ കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ 2 ആണ്. അത് നിങ്ങൾ എല്ലാവരും ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, ഫൈൻ. അടുത്തത് ഇത് പിന്നെ എളുപ്പമായില്ലേ. 24 വന്നിട്ട് 24 ആൻസർ ഓപ്ഷൻ 2 ആണ്. അവന്തിക മാത്രമാണ് ശരിയായി പറഞ്ഞിട്ടുള്ളത്. ഇതിലെന്താ ചെയ്തിരിക്കുന്നത്? ഇതൊരു റെക്റ്റാങ്കിൾ അല്ല, സ്ക്വയറാണിത്.
അല്ലേ? ഇത് 4 സൈഡ് ഉണ്ട്, സ്ക്വയറാണ്. അതിൻ്റെ ഉൾഭാഗത്തിനെ അവർ കറുപ്പിച്ച് വിട്ടിട്ടുണ്ട് ഈ ഭാഗം. അപ്പോൾ ഇത് ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ഉൾഭാഗം കറുപ്പിച്ച് വിടണം. സോ അവന്തികയുടെ ആൻസർ കറക്റ്റാണ്. കിഷാനും ദായ്ക്കും മാർക്കില്ല. അടുത്തത് 25th വന്നിട്ട് ആൻസർ വന്ന് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ അവന്തികയ്ക്ക് മാർക്കില്ല, കിഷാനും ദായ്ക്കും മാർക്ക് കിട്ടി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 പേർക്കും തെറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 4ാമത്താണ് ഓപ്ഷൻ, അതും തെറ്റ് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനും തെറ്റ് നിങ്ങൾക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യനും തെറ്റ് എല്ലാവർക്കും. 23rd വന്ന് അവന്തികയും കിഷാനും ദയ 3 പേരും ഒരേ മാർക്ക്. അതേമാതിരി 24-ന് 23rd-ന് 3 മാർക്ക്, 3 പേർക്ക് ഓരോരോ മാർക്ക് വീതം കിട്ടിയിട്ടുണ്ട്. 24th-ന് അവന്തികയ്ക്ക് 1 മാർക്ക്. 25th-നാകുമ്പോൾ അവന്തികയ്ക്ക് മാർക്ക് പോയി. അപ്പോൾ ടോട്ടൽ അവന്തികയുടെ മാർക്ക് 2, കിഷാൻ്റെ മാർക്ക് 2, ദയയുടെ മാർക്ക് 2. ക്ലിയർ ആണോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, മതി കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ. Bye.